പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിലും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രദക്ഷിണം വഴി പരിശുദ്ധ അമ്മേ, ജപമാലമാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വലിയ ബുധനാഴ്ച ഏപ്രിൽ 16 കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ കർത്താവ് വൈദ്യവുമായ യേശു ക്രിസ്തുവേ, വൈദ്യശാസ്ത്ര ഇഞ്ചന സൂചിക്കും മരുന്നിനും കടന്നുചെല്ലാവാത്ത മനുഷ്യമനസ്സിൻ്റെ അഗാധരങ്ങളിലെ മുറിവേറ്റ ചിന്തകളിലെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക്, ആധിയിലേക്ക്, ഭീതിയിലേക്ക്, കർത്താവ് ഡിപ്രഷൻ മുതലായിട്ടുള്ള മാനസിക അവസാദ രോഗങ്ങളെ ബാധിച്ചിരിക്കുന്ന വ്യക്തികളെ കർത്താവ് നിൻ്റെ തിരുമുറിവാർന്ന് വലത് കർത്താവ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പണ പോലെ വൈദ്യാഘാതം ദീപികമായ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പ്രഷർ, ഷുഗർ അതുപോലെയുള്ള രോഗങ്ങൾ മൂലം മനസ്സിൻ്റെ സമനില തെറ്റിയിരിക്കുന്നവർ, സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നവർ, ജീവിതത്തിൽ ഇനി ജീവിക്കണോ വേണ്ടയോ, ജീവിക്കേണ്ടതൊക്കെ ഓരോരോ
തോൽവികൾ കൊണ്ടും ഭാരങ്ങൾ കൊണ്ടും തകർച്ചകൾ കൊണ്ടും ഉറ്റവർ പിരിഞ്ഞു പോയത് കൊണ്ടും ഉറ്റവർ കൈയൊഴിഞ്ഞത് കൊണ്ടും സാമ്പത്തിക തകർച്ച കൊണ്ടും ബിസിനസ് തകർന്നത് കൊണ്ടും പല വേവലാതികളും വേപത്തുകളിലും കർത്താവെ കഴിയുന്ന മക്കളെ നീ ആശീർവദിക്കണമേ. കർത്താവ്, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിൻ്റെ വിശുദ്ധ വാരത്ത് ഗദ്ദെമനിൽ പോലും കർത്താവെ നീ ചോരപേർത്ത നിമിഷങ്ങളിൽ നിന്നെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധ മലാഖ ഇറങ്ങി വന്നതുപോലെ കർത്താവെ നിൻ്റെ ശക്തി അങ്ങ് ആവശ്യിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിനും അതുപോലെ വിശുദ്ധ സ്റ്റീഫനും എല്ലാ രക്തസാക്ഷികൾക്കും അവർ സാക്ഷ്യം വഹിക്കുന്ന ജീവിതത്തിൻ്റെ കഠിനമായ കഠോര നിമിഷങ്ങൾ അവരെ ശക്തിപ്പെടുത്തി സ്വർഗത്തിൻ്റെ ശക്തിയാൽ ഈ നിമിഷം വേദന അനുഭവിക്കുന്ന മക്കളെ, മനസ്സിടിഞ്ഞു പോയ മക്കളെ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തെ ശക്തീകരിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയുമായിട്ട് അസ്വസ്ഥതകളുള്ളവർ, ജീവിത പങ്കാളിയുമായിട്ട് പിരിഞ്ഞ് കഴിയുന്നവർ, ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരെ കർത്താവ് ഈ നിമിഷം അങ്ങയുടെ തിരുസനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മക്കൾ മാതാപിതാക്കന്മാരോട് മാനസികമായിട്ട് അകന്ന മക്കളുണ്ട്. ഈശോയെ, മാതാപിതാക്കന്മാർ പറയുന്നത് ഒന്നുമേ അനുസരിക്കാതെ കൂട്ടുകാർ പറയുന്ന ബന്ധുക്കൾ പറയുന്നത് കേട്ടുകൊണ്ട് അതിൻ്റെ പേരിൽ മാതാപിതാക്കന്മാരോട് തട്ടിക്കയറുകയും ബോധവും വിവരവുമില്ലാതെ ജീവിച്ച് കുടുംബത്തിലെ മാതാപിതാക്കന്മാർക്ക് നിത്യഭീഷണി അയക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടേണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന വിവിധ രോഗങ്ങൾ ഉച്ച മുതൽ ഉള്ളംകാല് വരെ അനുഭവിക്കുന്ന അസ്ഥികളിലും പേശികളിലും കോശങ്ങളിലും ഞരമ്പുകളിലും അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും കർത്താവിൻ്റെ രക്തം പടരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോരോ ഉദ്യമങ്ങൾ വിദ്യാർത്ഥികൾക്കടുത്ത ജീവിത ദൗത്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതിക്കഴിഞ്ഞ കുഞ്ഞുങ്ങൾ, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അവർക്ക് ആവശ്യമായ ആത്മശക്തിയാൽ അവരെ അഭിഷേകം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മേൽഗതിക്കുള്ള മേൽനടപടിയുമായി കർത്താവ് ഇറങ്ങിത്തിരിക്കുന്നവരും അതിനുവേണ്ടി ഉദ്യമങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവരും അതിൻ്റെ ഹോംവർക്ക് ചെയ്യുന്നവരും അതിനുള്ള പ്രോജക്റ്റ് ചെയ്യുന്നവരും അതിനുള്ള ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുന്നവരും പുട്ടപ്പ് ചെയ്യുന്നവരും അവരുടെ എല്ലാം കർത്താവെ അവരുടെ അതിൻ്റെ എല്ലാം പോരായ്മകൾ നീ ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ ആപ്ലിക്കേഷൻ വിട്ടുപോയി പക്ഷേ കയ്യിൽ നിന്ന് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് വേഗപ്പെടുന്നതോടെ അതെല്ലാം ബാക്കിയുള്ള അതിൻ്റെ പോരായ്മകൾ പരിശുദ്ധമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അമ്മ തന്നെ പരിഹരിച്ചുകൊണ്ട് അമ്മ തന്നെ അത് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് അങ്ങയുടെ മക്കൾ അങ്ങനെ ആശ്രയിക്കുന്ന മക്കൾ ലജ്ജിക്കാൻ ഇടയാക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടകമ്പോളങ്ങളിലും കാർഷിക മേഖലകളിലും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരും കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും വെള്ളത്തിൽ നിന്ന് ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്നവരും അങ്ങനെ ഓരോരോ മക്കളെ കർത്താവെ പലതരത്തിൽ വിഷമിക്കുന്നവരുണ്ട്. കർത്താവെ, ചിലർക്ക് ബില്ല് പാസ്സാകാനുണ്ട്, പാസ്സായ ബില്ലിൻ്റെ പണം കയ്യിൽ കിട്ടാനുണ്ട്, ചിലർക്ക് ലോൺ പാസ്സാകാനുണ്ട്, ചിലർക്ക് സിൽ പോയിൻ്റ് കുറവായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലം അളന്ന് കിട്ടാത്തവർ, ഉടമ്പടി നടക്കാത്തവർ, അതുപോലെ തന്നെ പാടം നികർത്തി വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഇപ്പോഴതിന് സുതാര്യമായ കുറേ നിയമങ്ങൾ ഭേദഗതി ചെയ്തിട്ടുണ്ടെങ്കിലും തങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, നടത്തി തരാൻ ആളുമില്ല, അതിനുവേണ്ടി അവലംബിക്കാനോ കൂടെ വരാനോ പറയാനോ സപ്പോർട്ട് ചെയ്യാനോ പിന്താങ്ങാനോ ഒന്നും ആരുമില്ലാതെ പല കാര്യങ്ങൾക്ക് വേദന കൊണ്ട് വിഷമിക്കുന്ന മക്കളുടെ മേൽ ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ അയക്കുന്ന അളിച്ച കർത്താവിൻ്റെ ദൂതൻ അവർക്ക് അവരെ അവിടെ എത്തിപ്പെടുകയും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ദൈവനാമത്തിൽ അത് ഫലപ്രദമായി അത് പര്യവസാനിക്കുകയും ചെയ്യാൻ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സഹോദരൻ പ്രാർത്ഥിക്കുന്നു. പുരുഷന്മാരുടെ കുമ്പസാര ദിവസമാണ് ഇന്ന് അതോർത്തിട്ട് ഇത് പ്രാർത്ഥന കൂടുന്ന എല്ലാ പുരുഷന്മാരും ബുധനാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ കുമ്പസാരിക്കാൻ വേണ്ടിയും അവർ കുമ്പസാരിക്കുന്നവർക്ക് ഉത്തമമായ മനസ്താപം കിട്ടാൻ വേണ്ടി മനസ്താപം കിട്ടുന്നവർക്ക് നല്ല പരിശുദ്ധാൽ നിറവ് കിട്ടാൻ വേണ്ടിയും അങ്ങനെ വിശുദ്ധ വാരത്തിലേക്ക് മനസ്സും ആത്മാവും കൊണ്ട് പ്രവേശിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് കുതിരാൻ വേണ്ടി കർത്താവിൻ്റെ രക്തത്താൽ നിന്ന് ആലേഖനം ചെയ്യപ്പെടട്ടെ, കർത്താവിൻ്റെ രക്തത്താൽ നീ വിശുദ്ധീകരിക്കപ്പെടട്ടെ, കർത്താവിൻ്റെ രക്തത്താൽ നീ ശക്തിക്കപ്പെടട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാശ്വരത്തിൽ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ ഈ ദിവസങ്ങളിൽ നിലയ്ക്കൽ പള്ളിയിൽ പോയായിരുന്നു. കാടിൻ്റെ ഉള്ളിൽ അവിടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ്. അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇടും. പക്ഷേ അതല്ല, അവിടെ നമ്മൾ അത് ഒരു കത്തോലിക്ക പള്ളിയല്ല, അതെല്ലാ സഭകളുടെയും കൂടി പള്ളിയാണ്. അതുകൊണ്ട് മാതാവ് അവിടെ ഇല്ല, സഭകളുടെ എണ്ണം കൂടി ഐക്യപ്പെട്ടപ്പോൾ മാതാവ് പുറത്തായി. യേശുവിനെ ലോകത്തിലേക്ക് തന്നയാളെ ഔട്ടാക്കിക്കൊണ്ടുള്ള ഐക്യമാണ് പലപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിരുന്നത്. പിന്നെ ഞാൻ നോക്കി, എൻ്റെ മാതാവിനെ കണ്ടെടുക്കാൻ വേണ്ടി കുറേ പരിശ്രമം നടത്തിയപ്പോണ്ട് അവിടെ മുകളിൽ വലിയ കൃത്യമായിട്ടല്ലെങ്കിലും കുരിശിൻ്റെ വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മാതാവുണ്ട്. അങ്ങനെ സഭകളൊക്കെ ഐക്യപ്പെട്ട് അമ്മയെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിച്ചാലും കുരിശിൻ്റെ വഴിയിൽ എങ്കിലും അമ്മ അവിടെ ഉണ്ടാകും. അതെനിക്ക് വലിയൊരു തിരിച്ചറിവായിപ്പോയി. നീ ഓർക്കണം, നീ ഇന്നത്തെ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ആരെയെല്ലാം ഒഴിവാക്കിയാലും
ഒഴിവാക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം അമ്മയാണ്. അതുകൊണ്ട് അവസാനം ഈശോ പറയും, ഇതാ നിൻ്റെ അമ്മയെന്ന്. ഇതാ നിൻ്റെ അമ്മ. പ്രത്യേകിച്ച് ക്ലേശകരമായ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. നടക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല, അത് തരുമോ ഇല്ലയോ എന്നറിയത്തില്ല, അവർ വട്ടം ചവിട്ടുമോ ഇല്ലയോ, സങ്കടമായിരിക്കുമോ എന്നറിയത്തില്ല. അപ്പോൾ ഒരു കുരിശിൻ്റെ വഴിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാക്കാം. എന്താ കാര്യം? കുരിശിൻ്റെ വഴിയുടെ അവസാനം ഈശോ പറഞ്ഞ വാക്കാണ്, ബിഹോൾഡ് യുവർ മദർ. യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴി പോലും എടുത്തു മാറ്റാൻ പറ്റാത്ത യാഥാർത്ഥ്യമായി, ആശ്വാസത്തിൻ്റെ ശക്തിയായി, ദൈവത്തിൻ്റെ സംവിധാനമായി പരിശുദ്ധ മറിയത്തെ സ്വർഗ്ഗം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിൻ്റെ കുരിശിൻ്റെ വഴി ദൈവം സ്ഥാപിച്ച ആളാണ് മറിയം. അവിടെ ദൈവവേദലെ നീ ഒറ്റക്കാണെങ്കിൽ പോലും നിൻ്റെ ഉറ്റവർ മരിച്ചു പോയെന്ന് വിചാരിച്ചോ, നിന്നെ സന്ധിക്കുന്നവർ ഇന്ന് നാട്ടിൽ ജീവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ, അവർ മരിച്ചു എന്ന് വിചാരിച്ചോ, ഈ നിന്നെ ഒത്തിരി സ്നേഹിച്ച ആൾക്കാർ ഇന്ന് വഴക്കിട്ട് പിന്തിരിഞ്ഞ് നിൻ്റെ എതിർകട ഭാഗം ചേർന്ന് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ, നീ തനിയാണെന്ന് വിചാരിച്ചോ. അങ്ങനെ തനിയെ ശിഷ്യന്മാരായപ്പോഴാണ് ഈശോ പറഞ്ഞത്, തനിയെ അല്ല മക്കളെ, എൻ്റെ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് ആരുമില്ലോ സഹായിക്കാൻ, ആരും റെക്കമെൻഡ് ചെയ്യാനില്ലല്ലോ, ആരും എനിക്ക് വേണ്ടി വാദിക്കാനില്ലല്ലോ, ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ, ഞാൻ പെട്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഓർക്കുക, നീ പെട്ടിട്ടില്ല. കാര്യം എന്താണ്? നീ പെടാതിരിക്കാനാണ് ഈശോ പറഞ്ഞത്, ബിഹോൾഡ് യുവർ മദർ. അപ്പം അമ്മേ, പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് എന്നാണ് പറയണത്. യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് പോലും കൂടെ നിന്ന ആൾ നിൻ്റെ എല്ലാ സഹനത്തിനും നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വലിയ ബോധ്യമാണ് സുവിശേഷം നൽകുന്നത്. മാതാവ് നിങ്ങളുടെ കൂടെ.